ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു രസമാണ്. അതിന് വേണ്ടി ഞാൻ 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ആ 2 പഴുത്ത തക്കാളി നന്നായി ഉടച്ചെടുക്കുക. കുറച്ച് പച്ചമല്ലി മുഴുവനേ ഉള്ളത്, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, 1 പിഞ്ച് ഉലുവ, 8 അല്ലി വെളുത്തുള്ളി, അത് തൊലിയോട് കൂടിയത്, 2 വറ്റൽമുളക്, പുളിവെള്ളം, രസത്തിനാവശ്യമായ മല്ലിയില. ഇനിയും നമുക്ക് രസം തയ്യാറാക്കാം. ഇനിയും ഇടികല്ലിൽ നമുക്ക് ഓരോന്നും ചതച്ചെടുക്കാം. മുഴുവനെയുള്ള മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക്, ജീരകം, ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ പെരുങ്കായം കട്ടയുള്ളവർ അതിടുക. എൻ്റെ കയ്യിൽ വിഷം അതില്ല, അതിനാൽ ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്. കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടിയൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ചതച്ചെടുക്കുക. നന്നായി ചതയ്ക്കണം. അതിൻ്റെ കൂടെ വെളുത്തുള്ളി തൊലിയോടുകൂടി ഇട്ട് ചതച്ചെടുക്കാം. മല്ലിയില തണ്ടോടുകൂടി ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ സ്വല്പം ഇട്ട് ചതച്ചെടുക്കുക. പിന്നെ കറി ആകുമ്പോഴും ചേർക്കണം. ചതച്ചെടുക്കുമ്പോൾ സ്വല്പം തണ്ടോടുകൂടി ഇട്ട് ചതച്ചെടുക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തു. അതിലേക്ക് ഉലുവ ചതക്കാത്തത് വേണം ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ കൂടെ 2 വറ്റൽമുളക്, ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, ജീരകം, വെളുത്തുള്ളി എല്ലാം കടുവറുത്തതിൻ്റെ അകത്തായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെറുതെ വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക. തിളയ്ക്കാൻ അനുവദിക്കുക. രസമെല്ലാം നന്നായി തിളച്ചു വന്നു. നന്നായി തിളച്ചിട്ടുണ്ട്. രസം തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മലയാളികൾക്ക് ഫേവററ്റായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിനെയും വാങ്ങി വയ്ക്കാം. നമ്മുടെ തക്കാളി രസം ഇവിടെ തയ്യാറായി. ഈ തക്കാളി രസത്തിൻ്റെ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നന്ദി, നമസ്കാരം.